ബാലുചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഈ പറയുന്ന പോലെ ഈ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിനെ കുറിച്ചൊക്കെ മഴക്കാല പൂർവ്വ കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ പേരണ്ടൂർ കനാലിലെ വെള്ളക്കെട്ട് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ ഈ മഴ വരുന്നതിന് മുന്നേ തന്നെ അവിടെ ചെറിയ ചില വിഷയങ്ങൾ പേരണ്ടൂർ കനാലുമായി ബന്ധപ്പെട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താ അവിടുത്തെ ഇപ്പോൾ ഒരു അവസ്ഥ ഈ പേരണ്ടൂർ കനാലുമായി ബന്ധപ്പെട്ട് ചില ഡിവിഷനുകളിലൊക്കെ എന്ന് പറയുന്നു? നമ്മുടെ ഈ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് പേരണ്ടൂർ കനാലിൻ്റെ ഇരുകരയിലുള്ള ആൾക്കാരുകൾ, അല്ലെങ്കിൽ കലൂര് പോലുള്ള പ്രദേശം. നമ്മളുടെ ഈ പേരണ്ടൂർ കനാൽ ഒഴുകുന്ന 10 കിലോമീറ്ററിൻ്റെ ഇരുകരകൾ താമസിക്കുന്ന ആൾക്കാർ. അത് ഈ നോർത്തൊക്കെ വരും അല്ലേ? അല്ല, നമ്മുടെ പേരണ്ടൂർ മുതൽ നമ്മളുടെ തേവര വരെ. അപ്പോൾ ശരിക്കും അവിടുത്തെ സംഭവം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട്, എനിക്ക് തോന്നുന്നു പ്രളയം മുതലിങ്ങോട് കണക്കിലെടുത്താൽ നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്, കോടിക്കണക്കിന് രൂപ ഈ പേരണ്ടൂർ കനാലിൻ്റെ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. പക്ഷെ മുടക്കുന്ന പൈസയൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ മുടക്കുന്ന പൈസ ആ പേരണ്ടൂർ കനാലിൻ്റെ നീരൊഴുക്ക് സുഗമമാക്കാൻ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു അവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. കാരണം ഈ 10.5 കിലോമീറ്റർ എന്ന് പറയുന്ന പേരണ്ടൂർ കനാല്, ഈ പേരണ്ടൂർ കനാല് കേവലം ഒരു കരാറുകാരൻ അല്ലെങ്കിൽ 2 കരാറുകാരന് ഇപ്പോൾ മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ കൊടുക്കുന്നു, മെയ് മാസത്തിൽ ടെൻഡറായി അത് കോരാനായിട്ടുള്ള ഇത് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ അതവിടെ കോരി വെച്ച് അവർ പോകുമ്പോഴേക്കും മഴ പെയ്യുന്നു. ഈ വേസ്റ്റ് കോരി അവിടെ വെക്കുക, അത് ഡിസ്പോസ് ചെയ്ത് പോലും ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരാറുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്കത് റിമൂവ് ചെയ്യുന്നതിന് കോർപ്പറേഷൻ പാസ് കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പം അതല്ലല്ലോ. ഇപ്പൊ ഡ്രൈ ആയിട്ട്, നമ്മളെ വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പം നിലവിൽ. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇന്റർവ്യൂ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ 2-3-4 മേഖലകളിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അതിൽ പ്രധാനമായിട്ട് വിളിച്ചത് നമ്മളുടെ പേരണ്ടൂർ ഭാഗത്ത് നിന്നാണ്. അവിടെ പിന്നെ അവിടുത്തെ ജനങ്ങൾ ഭയങ്കര ഇതിലാണ്, ടെൻഷൻ. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രളയത്തിന്റെയൊക്കെ സമയത്ത് വെള്ളം കയറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു സാഹചര്യവും, അപ്രതീക്ഷിതമായിട്ട് വേലിയേറ്റ സമയത്ത് ഒരു വെള്ളം കയറി വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ ആശങ്ക ഉണ്ടവർക്ക്. കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ച 3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ വീടുകളിലേക്ക് ഒക്കെ വെള്ളം കയറുകയാണ്. പേരണ്ടൂർ ഭാഗം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ ജഡ്ജസ് അവന്യൂ, സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിന്റെ ഭാഗം, ഈ സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിന്റെ ഭാഗത്ത് അംബേദ്കർ കോളനി, ഒരു അംബേദ്കർ റോഡുണ്ട്. അവിടെ രാത്രി 12 മണി 1 മണി സമയത്തൊക്കെയാണ് ഈ വെള്ളം അങ്ങോട്ട് ഒലിച്ചു കയറുന്നത്. പണ്ടൊക്കെ പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ പ്രളയം വരും, വെള്ളം കയറും എന്നൊക്കെ പറഞ്ഞ 1-ാം നിലയിലും 2-ാം നിലയിലൊക്കെ ഇന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു വെള്ളം കയറാം. അതുകൊണ്ട് അവർ ഫസ്റ്റ് ഫ്ലോറിലൊക്കെയാണ് കിടക്കുന്നത്. നിലത്ത് കിടക്കാൻ പറ്റില്ല. നിലത്ത് കിടന്നു കഴിഞ്ഞാൽ രാത്രി 12 മണിക്കൊക്കെ. ഞാൻ ആ സ്ഥലത്ത് പോയി ആ സ്ഥലം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇതിനകത്ത് ഈ വെള്ളം കയറുന്ന ഭാഗമൊക്കെ വലിഞ്ഞിട്ട് ഒരുതരം പച്ചപ്പൂപ്പായ പിടിച്ച് കിടക്കുന്ന എല്ലാ ഓടകളിലും ഉള്ള അവസ്ഥയാണ്. ഇതിൽ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങുന്നതാണ്. പേരണ്ടൂർ കനാലിലെ വെള്ളം ഈ ഓട വഴി തള്ളിക്കയറുന്നതാണ് ഏറ്റവും. അല്ല, പേരണ്ടൂർ കനാലിന്റെ വലിയൊരു വീതി 10-30 മീറ്റർ ഉണ്ടായിരുന്ന വീതി ചുരുങ്ങി ഇപ്പൊ ഏതാണ്ട് 8 മീറ്റർ 9 മീറ്റർ ആയപ്പോ തോട് കയറിയിട്ടുണ്ടോ? എന്തോ ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ, അതിലൊന്നും ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ വലിയ മേഖലകളിലേക്ക് പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വെള്ളം കയറുന്നു എന്നുള്ളതിനേക്കാൾ കറുത്ത് കരിമുട്ടിയായിട്ടുള്ള കറുത്ത വെള്ളമാണ് ഈ വീടുകളിലേക്ക് കയറുന്നത്. നമ്മളുടെ അറവുചാല
സോട്ടർ ഓഫീസ് കലൂരത്തെ, അതുപോലെ വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, അതുപോലെ അവിടുത്തെ ഹോട്ടലുകൾ, ആ വഴിയുള്ള ഹോട്ടലുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഈ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഹോസ്പിറ്റലിന്റെ അടക്കം ഈ കനാലിലേക്ക് വച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാരുകൾ പറയുന്നത്. അപ്പൊ ഈ വെള്ളം കയറുന്നതിലൂടെ അവിടെ ദുർഗന്ധം വമിക്കുകയാണ്. അവിടെ സാംക്രമിക രോഗങ്ങൾക്ക് വലിയ അധികം താമസമില്ലാത്ത രീതിയിൽ ഒരു പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അതെങ്ങനെ ഈ ഒരു ചേരി പ്രദേശം പോലെ എങ്ങനെയെങ്കിലും ആണോ? അതെ, അല്ല, നമ്മളുടെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമുണ്ട്, സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂള്. ഞാനൊക്കെ പഠിച്ച സ്കൂൾ അതാണ്. ലിസി ഹോസ്പിറ്റലിന്റെ പിള്ളേരുകൾ താമസിക്കുന്നതിന്റെ നേരെ ബാക്ക് സൈഡാണ്. മനസ്സിലായി. ഞാനിപ്പോ പറഞ്ഞു വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പ്രളയം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ മഴ വരെ നമ്മൾ പലതരത്തിലുള്ള അഭിമുഖങ്ങള് അല്ലെങ്കിൽ നമ്മൾ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് വെള്ളക്കെട്ട് വന്നതിന് ശേഷം അല്ല, അതിന് മുമ്പാണ് നമ്മളിപ്പോ ഇത് പറയുന്നത്. ഇത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇപ്പോ ഈ പേരണ്ടൂർ കനാലിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് 1.5 കോടി രൂപ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രകാരം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് മാർച്ച് മാസമാണ്. അതെ, ഒരു കരാറുകാരൻ അല്ലെങ്കിൽ ഒരു 2 കരാറുകാരൻ അവരെ വെച്ചിട്ട് ഈ സാധനം ഏതെങ്കിലും 1-2 എസ്കലേറ്ററും 1-2-3 JCBയും ഇട്ട് അവിടെ ഇവിടെയും തോണ്ടി ഈ പോളയെടുത്ത് മാറ്റി ഇതൊന്നുമല്ല വേണ്ടത്. അതിന് വേണ്ടുന്ന രീതിയിൽ അത് ഒരു 5 ഭാഗങ്ങളായി തിരിക്കണം. ഒരു 2 കിലോമീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ 2.5 കിലോമീറ്റർ വെച്ചിട്ട് തിരിച്ച് ഒരേ മാനദണ്ഡങ്ങൾ, ഇത് എങ്ങനെ അത് കോരണം, എത്ര ആഴത്തിൽ കോരണം, എവിടെ റിമൂവ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് തന്നെ വേണം ഇത് ചെയ്യാൻ. ഇതിന്റെ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് ഇറിഗേഷനാണ്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ബ്രേക്ക് ത്രൂ പദ്ധതി നടപ്പാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് ഫണ്ട് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വിനിയോഗത്തിന് ഈ വന്ന ഫണ്ട് അനുവദിക്കരുത്. ശരിയായ രീതിയിൽ ഒരു പഠനം നടത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ള ഒരു ഭാഗം ഞാൻ കളക്ടറുടെ മുമ്പിൽ ഒരു അപേക്ഷ രൂപേണ വച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഇറിഗേഷന്റെ SCയുമായിട്ട് സംസാരിച്ചു. അദ്ദേഹവും വളരെ അനുഭാവപൂർണമായിട്ട് പറഞ്ഞത് ശരിയാണ്, ഒരാൾ ചെയ്താൽ ശരിയാവില്ല, അത് ഘട്ടം ഘട്ടമായിട്ട് ആക്കുന്നതിന്, അതല്ലെങ്കിൽ അതിന് എന്താ പറയണ ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ആക്കുന്നതിന് വേണ്ടി ഇട്ടുള്ള ശുപാർശക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട് കളക്ടർക്ക് വേണ്ടിയിട്ട് എന്നാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ വെള്ളം മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോ എടപ്പള്ളി തോട് അല്ലെങ്കിൽ നമ്മളുടെ കാരണക്കുടം ചങ്ങാടം പോക്കുതോട്, പേരണ്ടൂർ കനാല്, മുല്ലശ്ശേരി കനാൽ റോഡ്, മുല്ലശ്ശേരി കനാല്, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലൊക്കെയുള്ള ഒരുപാട് ഇതുണ്ട്. ഇതിന്റെയൊക്കെ ശുചീകരണം എന്ന് പറയുന്നത് ഒരു മേൽനോട്ടമില്ല. അതായത് ഇതങ്ങോട്ട് കൊടുത്തു, ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ ആരും നോക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഈ സംഭവത്തിൽ ഞാൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പേരണ്ടൂർ ഭാഗത്തുണ്ടായിട്ടുള്ള പൊതുജനങ്ങൾ, ഈ വെള്ളക്കെട്ടിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവര് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലൂര് മേഖലയിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സെന്റ് അഗസ്റ്റിൻസ് സ്കൂളിന്റെ പുറകിൽ അംബേദ്കർ കോളനി ആ റോഡ് അവിടെ താമസിക്കുന്ന ജഡ്ജസ് അവന്യൂ, ജഡ്ജിമാരുടെ താമസമൊക്കെ ഉള്ള സ്ഥലം. മനസ്സിലായി. അപ്പൊ അതിന്റെ പുറകിലുള്ള ആൾക്കാരും ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന്റെ തന്ത്രപ്പാടിലാണ്. ഇത്തരം ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത് ഈ 2.5 കിലോമീറ്റർ വെച്ചിട്ടാണെങ്കിലും 2 കിലോമീറ്റർ വെച്ച് ഘട്ടം ഘട്ടമായിട്ട് കിട്ടുന്ന വർക്ക്, ആ വർക്ക് ഏത് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണോ അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അത് പ്രകാരമാണോ കരാറുകാരൻ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഈ തോടിന്റെ ശുചീകരണ പദ്ധതി
അത് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ കൗൺസിൽ സംവിധാനം ഇപ്പൊ 3 സ്ഥലങ്ങളിലായിട്ട് നടന്നുണ്ട്. ഞാൻ കടവന്ത്രയിലും എളംകുളത്തും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. കാരണം അതില്ല എങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ പോലെ ഈ വന്നേക്കുന്ന പൈസ ആ മോളിലെ പോള തൽക്കാലം എന്നൊക്കെ എടുത്തു മാറ്റി മനുഷ്യന്റെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നേരെ കിട്ടുന്ന പൈസയും എടുത്തുകൊണ്ട് ഈ കണ്ട അവശിഷ്ടങ്ങളെല്ലാം കൂടെ റോഡിൽ വാരിയിട്ട് ആ തോടിന്റെ സൈഡിൽ തന്നെ ഇട്ട് ഒരു സംശയവും വേണ്ട. ഇതിനകത്തുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പറയാറുണ്ട്, ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യണം. ഒരിക്കലും ഇതിന്റെ മേൽനോട്ടമോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളുടെ തൽക്കാലം നഗരസഭയെ ഏൽപ്പിക്കരുത്. അതൊരു വലിയ ദോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നാളിതുവരെ നഗരസഭയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്തു പോന്നിരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഓരുവെള്ളം കയറുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ പല സ്ഥലത്തും നമ്മളുടെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തന്നെ സുഹാസ് സാറ് കളക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇറിഗേഷന്റെ ആൾക്കാർ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ പല സ്ഥലത്തായിട്ട് ഒരുപാട് മോട്ടറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു പമ്പ് ചെയ്ത് കളയാൻ പെട്ടെന്ന്. മനസ്സിലായി. പക്ഷെ ഈ പമ്പുകളൊക്കെ ഇപ്പോഴും ഉപയോഗശൂന്യമാണ്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. പമ്പ് ചെയ്യാവുന്ന രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും ആവശ്യം കഴിയുമ്പോൾ അതിനടുത്തങ്ങ് ഒതുക്കിയിടും, അത് ചീത്തായി കിട്ടും. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പൊ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും ഒരു 2 ആഴ്ച കൂടുമ്പോൾ വന്ന് കുറച്ച് ഡീസൽ ഒഴിച്ച് അതൊന്ന് വർക്ക് ചെയ്യിച്ചിട്ട് പോയാൽ ശരിക്കും കോർപ്പറേഷൻകാരാണോ അത് ഇറിഗേഷൻകാരാണോ അതൊക്കെ ചെയ്യേണ്ടത്? അല്ല, ഈ സാധനം പമ്പ് എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ ആയിരിക്കും അല്ലേ? അല്ല, നമ്മളുടെ ഈ ഇതില് നമ്മൾ എന്താ പറയുക, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ബ്രേക്ക് ത്രൂ പദ്ധതിയിൽ വരുന്ന ഫണ്ട് അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല, പേരണ്ടൂർ കനാല് ഒരുപാട് കോടികൾ തിന്നിട്ടുള്ള ഒരു കനാലാണ് അമൃത് പദ്ധതി. നമ്മുടെ ബ്രേക്ക് ത്രൂ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിലുണ്ടാവുന്ന വെള്ളക്കെട്ടിൽ അതിന് അനുവദിച്ചു വരുന്ന ഫണ്ടിന്റെ ഒരു ഭാഗം ഈ പേരണ്ടൂർ കനാലും ഇതിനകത്ത് വരുന്ന ഈ പിന്നെ പറയുന്ന മറ്റേ ഈ ഖരമാലിന്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ നാട്ടുകാർ കൊണ്ട് കളയുന്ന അതിൽ ഇടുന്നത് തന്നെ അല്ലേ ഈ ചില മാലിന്യങ്ങൾ? സംശയം. ഈ പറവ് മാലിന്യങ്ങള് എല്ലാം അറവുശാലയിൽ നിന്ന് വരുന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കനാലിലുണ്ട്. ഇപ്പോഴും പോയി നോക്കിയാൽ ചാക്ക് കണക്കിന് ഒഴുകി വരും. അത് നമ്മൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രൈവറ്റ് ആയിട്ട് മാംസം വെട്ടുന്ന ആൾക്കാരുകളുണ്ട്. തീർച്ചയായിട്ടും അവരത് രഹസ്യമായിട്ട് ഈ ചാക്കിൽ കെട്ടിവെച്ചിട്ട് രാത്രി 2 മണി 3 മണി സമയത്തൊക്കെ കൊണ്ടുവന്ന് അങ്ങ് തള്ളിയിട്ട് അങ്ങ് പോകും. അപ്പൊ അങ്ങനത്തെ ഒരു നിരീക്ഷണ കവചം നമ്മളുടെ നഗരസഭക്കകത്ത് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും. അത് ഈ കാലാകാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ CPM ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാലാകാലങ്ങളായി ഈ പേരണ്ടൂർ കനാലിന്റെയും മറ്റ് കനാലുകളുടെയൊക്കെ ഈ മഴക്കാല പൂർവ്വമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ്. പൊതുവെ കനാലുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? ഇതിനകത്ത് നമ്മളൊരു ഭരണ സംവിധാനത്തെ ഇത് കാണിക്കുമ്പോൾ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ആര് ഭരിച്ചാലും ഉണ്ട്. അത് ആ വെള്ളക്കെട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. ഫ്ലഡ് 2019 ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇന്ന മാതിരിയുള്ള കാരണങ്ങൾ, ഇന്ന മാതിരിയുള്ള കാര്യങ്ങൾ, ഇന്ന രീതിയിൽ അത് ഇന്ന മാതിരി ചെയ്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഇതിൽ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവം ഇവിടെ പ്രാവർത്തികമായിരുന്നു എങ്കിൽ കൊച്ചിയിൽ വെള്ളക്കെട്ടില്ല. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വെള്ളമില്ല, ഏതാണ്ട് ഡ്രൈ ആയി കിടക്കുകയാണ്. ഏപ്രിൽ മാസം നല്ല കനത്ത കൊടും ചൂടാണ്. ഈ ചൂട് നിൽക്കുമ്പോൾ പോലും ഏറ്റ സമയത്ത് വടുതല ഭാഗത്തെ നമ്മുടെ ബണ്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകൾ ഒക്കെ സർക്കാർ തലത്തിലൊക്കെ നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഏറ്റം എന്ന് പറയുന്ന സാധനം വരുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള ഈ സംവിധാനം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ടെൻഡർ ഇറിഗേഷൻ വിളിക്കുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 പാർട്സ് ആക്കി നല്ല രീതിയിൽ വൃത്തിയോടുകൂടി ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്ക് ഏറെക്കുറെ ഈ കൊച്ചി നഗരത്തിൽ നമ്മളുടെ ഈ പേരണ്ടൂർ കനാലുമായിട്ടുള്ള വെള്ളക്കെട്ടിന് പരിഹാരത്തിനൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സംവിധാനത്തിനും ഒരു വലിയ നിരീക്ഷണം
അതും പേരണ്ടൂർ കനാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളത് ആണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി.